ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന് രണ്ടാമത്തെ കേസിലും ജാമ്യം. SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ദ്വാരപാലക ശില്പ കേസിലും പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. നേരത്തെ കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. 2025 നവംബർ 20-നാണ് A. പത്മകുമാറിനെ കട്ടിളപ്പാളി കേസിൽ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഡിസംബർ 4-ന് ദ്വാരപാലക ശില്പക്കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി. ആദ്യ കേസിൽ ഫെബ്രുവരി 20-ന് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് ജാമ്യം ലഭിക്കാൻ കാരണമായി. ദ്വാരപാലക ശില്പക്കേസിൽ കൂടെ ജാമ്യം കിട്ടിയതോടെയാണ് പത്മകുമാർ ജയിൽ മോചിതനാകുന്നത്. 2019-ൽ പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായിരുന്ന സമയത്താണ് സ്വർണ്ണ കവർച്ച നടക്കുന്നത്. കേസെടുത്തതല്ലാതെ ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇതിൽ SITക്കെതിരെ രൂക്ഷ വിമർശനവും ഉയരുന്നുണ്ട്. കേസിലാകെ 6 പേർക്ക് സ്വാഭാവിക ജാമ്യവും 2 പേർക്ക് റിമാൻഡ് കാലയളവിൽ തന്നെ ജാമ്യം ലഭിച്ചു. മുരാരി ബാബു, സുധീഷ് കുമാർ, ഉണ്ണികൃഷ്ണൻ പൂറ്റി, N. വാസു, KS ബൈജു എന്നിവരാണ് പത്മകുമാറിന് മുൻപ് സ്വാഭാവിക ജാമ്യം ലഭിച്ചവർ. അതേസമയം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ ആവശ്യപ്പെട്ട് പങ്കജ് ഭണ്ഡാരി സമർപ്പിച്ച അപേക്ഷയിൽ വിജിലൻസ് കോടതി 5-ാം തീയതി വാദം കേൾക്കും. ജനം, കൊല്ലം.